നിനക്ക് നാണവും ലജ്ജയും തോന്നുന്നില്ലെങ്കിൽ നിനക്ക് തോന്നിയ പോലെ നീ ജീവിച്ചോ. അതാണ് ഹദീസിന്റെ അർത്ഥം. നിനക്ക് നാണവും ലജ്ജയും അല്ലാഹുവിനോട് തോന്നുന്നില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചോ. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. പടച്ചോനെ, എന്താണ് ഈ കേൾക്കുന്നത്? ആ ഒരൊറ്റ ഹദീസാണ്. കഅനബി എന്നറിയപ്പെട്ടിരുന്ന കള്ളുകുടിയനായി ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അൽ ഇമാമുൽ മുഹദ്ദിസ് മാലിക് എന്നവരിൽ നിന്ന് പോലും ഹദീസ് സ്വീകരിച്ച് ലോകത്തറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതനായി ഇമാം കഅനബി തങ്ങൾ മാറുന്നത് ഒരു സദസ്സിൽ നിന്ന് കിട്ടിയ, ഒരങ്ങാടിയിൽ നിന്ന് കേട്ട ഒരൊറ്റ ഹദീസാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നിനക്ക് നാണമില്ലെങ്കിൽ നീ വേണ്ടത് ചെയ്തോ. ആർക്കെന്തു ഛേദം. നിനക്ക് നാണമില്ലെങ്കിൽ പിന്നെ എന്തിന് എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. അവിടെ മുതൽ പിന്നെ നേരെ ഉമ്മാനടുത്ത് പോയി പറയും, ഉമ്മ ഞാൻ പോവാൻ. വെട്ടിങ് കിതാബൊക്കെ എടുത്ത് ഇറങ്ങാൻ വീട്ടിൽ നിന്ന്. എങ്ങോട്ടാ മോനെ പോകുന്നത്? ഞാനിനി ഇമാം മാലിക് എന്നവരടുത്തേക്കാ പോകുന്നത്. ഇമാം മാലിക് എന്നവരിൽ നിന്ന് ഞാൻ ഹദീസ് പഠിക്കാൻ വേണ്ടി പോവാൻ. ഇമാം കഅനബി, ഇമാം ശുഅബ തങ്ങളിൽ നിന്ന് പഠനത്തിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചുപോക്ക് ജീവിതത്തിന്റെ വലിയൊരു അനിവാര്യതയാണ്. നമുക്കൊക്കെ ഇന്നലികുല്ലി അമലിൻ ശറഹ വലികുല്ലി ശറത്തിൻ ഫതറ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. നമ്മൾ ഒരുപാട് കാലം വലിയ ഒരു ആത്മീയതയിലും ദിക്റിലും സ്വലാത്തിലും തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നല്ല സുന്നത്തൊക്കെ എടുത്ത് വളരെ റാഹത്തിൽ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാവും. ഭയങ്കര ആവേശത്തിനൊരു കാലം ഉണ്ടാവും. പിന്നെ വലികുല്ലി ശറത്തിൻ ഫതറ. ഇവിടെ നീ ഇപ്പോൾ കുറച്ച് ബിസിയാന്ന് പറയും. അപ്പൊ എവിടെയെങ്കിലൊക്കെ ആയിട്ട് തിരക്കായിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു അമലിനും ഒരു ആവേശത്തിന്റെ സമയമുണ്ട്. ആവേശം കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം വരുന്നൊരു സമയമുണ്ട്. പക്ഷേ ആ ഒരു ന്യൂട്രായി നിങ്ങൾ നിൽക്കുന്ന സമയത്തും ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആ സമയം നിങ്ങൾ എൻ്റെ സുന്നത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങൾ ഹിദായത്തിന്റെ പക്ഷത്തു തന്നെയാണ്. അതല്ല ഒറ്റ ആവേശത്തിനങ്ങ് വന്നു, പിന്നെ ആ ആവേശം അങ്ങ് ചോർന്നു പോയാൽ പിന്നീട് നഷ്ടമാകുന്നത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആവേശം നിലനിർത്തിക്കൊണ്ടുപോവുക എന്നത് വലിയൊരു ദൗത്യമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. കുറച്ചു കാലം ആദ്യം അങ്ങനെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു പറയും, കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയാന്ന് പറയും, ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ ആയിപ്പോയി എന്ന് പറയും, പിന്നെ വേറെ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ടൊരു തിരിച്ചുപോക്ക് വല്ലാത്തൊരു അനിവാര്യതയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില തിരിച്ചു പോക്ക്, അങ്ങനെ തിരിഞ്ഞു നടക്കൽ അനിവാര്യമായ ഒരു സമയമുണ്ട്. അതുകൊണ്ട് അല്ലാഹു നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവനവന്റെ ആത്മീയതയുടെ വിഷയത്തിൽ തന്നെക്കാളും താഴെ ഉള്ളവരിലേക്ക് നോക്കുകയും, എങ്ങനെ ഞാൻ ഇപ്പൊ 5 വക്ത് നിസ്കരിക്കണ്ടല്ലോ, ജുമുഅ മാത്രം നിസ്കരിക്കണം എത്ര ആൾക്കാരുണ്ട്, ഞാൻ 5 നേരം ഒരു ദിവസം നിസ്കരിക്കുന്ന ആളല്ലേ, എന്റെ അത്രയും നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ദീനിൽ നമ്മളെക്കാൾ താഴെ നോക്കുകയും ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെക്കാളും മേധയുള്ളവരിലേക്ക് നോക്കുകയും ചെയ്തു. എങ്ങനെ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, എന്നെക്കാളും കൂടുതൽ ബിസിനസ്സും പൈസയും സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ ഉള്ള എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഞാൻ എന്തേ ഇങ്ങനെയായി പോയത്, എന്റെ കയ്യിൽ അങ്ങനെ വലിയ പത്രാസൊന്നും ഇല്ലല്ലോ, എന്നെക്കാളും എത്ര നിഅമത്ത് കിട്ടിയ ആളുകളുണ്ട് എന്ന് ദുനിയാവിന്റെ വിഷയത്തിൽ മേലയിലേക്കും താഴെ ദീനിന്റെ വിഷയത്തിൽ താഴേക്കുമാണ് നോക്കുന്നത്. താഴേക്കാ നോക്കുന്നത്. ഞാൻ ഇപ്പൊ സുന്നത്ത് നോമ്പ് എടുക്കണ്ടല്ലോ, റമദാൻ പോലും നോക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ തരക്കേടില്ലല്ലോ എന്നാ തോന്നുന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ലം യക്തുബുഹുല്ലാഹു ശാകിറൻ വലാ സ്വാബിറാ, അവരെ നന്ദി ചെയ്യുന്നവരായിട്ടോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുക്റും സബറും വേണം. പൈസയും സൗകര്യങ്ങളും നമുക്ക് കുറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കേണ്ടി വരും. അള്ളാഹു നൽകുന്ന ഇബാദത്തിന്റെ സൗകര്യം, അതാണ് ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആനന്ദം അതാണ്. ചിലര് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എന്തേ അള്ളാഹുവിന്റെ അദാബ് എനിക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറ് നടക്കുന്നല്ലോ, ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിന്റെ അദാബ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനോട്
പറയുന്നുണ്ടത്രേ, അലം യഹ്രിംക മിൻ ലദ്ദത്തി ഇബാദതി. തോന്നുന്നുണ്ടോ? അത് നീ ചെയ്ത തെറ്റിന് അല്ലാഹു തരുന്ന ശിക്ഷകളിൽ വലിയൊരു ശിക്ഷയാണ്. വേണ്ടത് അത് അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു പരീക്ഷണം തന്നില്ലയോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില സങ്കടങ്ങളെ കൊണ്ട് പരിഹരിക്കുമെന്നാണ്. إذ تسعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാർക്ക് രണ്ട് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഒന്ന്, ഉഹദ് യുദ്ധം പരാജയമായി പോയി. കൂട്ടത്തിൽ ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, ഒരു സങ്കടത്തിന്റെ മീതെ മറ്റൊരു സങ്കടം അല്ലാഹു തന്നില്ലയോ? അതെന്താ? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് അവർക്ക് കേൾക്കേണ്ടി വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായിരിക്കുന്നു എന്ന് ഉഹദിൽ പരന്നുപോയി. അങ്ങനെ ആരോ പ്രചരിപ്പിച്ചു തങ്ങൾ കൊല്ലപ്പെട്ടു. ആ ഒരു സങ്കടത്തിന്റെ മേൽ പരാജയത്തോക്കും ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ ലകൈ ലാ തഹ്സനു അലാ മാ ഫാതകും. അങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു നബികൾ ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷം അവർ തിരിച്ചറിയുന്നത്. തങ്ങൾ വഫാത്തായിട്ടില്ല, തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന സങ്കടം, തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷം തിരിച്ചു വന്നപ്പോൾ ഉഹദിന്റെ പരാജയം അല്ലാഹു വരെ മറപ്പിച്ചു കളഞ്ഞത്രേ. ഉഹദിന്റെ പരാജയം വലിയൊരു സങ്കടമാണ്. ആ സങ്കടം സ്വഹാബത്തിന്റെ മനസ്സിന് കൊള്ളാതിരിക്കാനാണ് അതിന്റെ കൂടെ നബിതങ്ങൾ വഫാത്തായി എന്ന ന്യൂസ് അവിടെ പരന്നത്. പിന്നെ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, തങ്ങളെ കിട്ടിയല്ലോ, ഇനി എന്തായാലും എന്താ. ഹബീബായ നബിതങ്ങൾ നമുക്കും ഇതുപോലെ സങ്കടങ്ങളെ സന്തോഷങ്ങളായി പരിവർത്തിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ഒരുപാട് അവസരങ്ങൾ. ജീവിതം അല്ലാഹു നൽകുന്ന ഒരവസരമാണ്. ഇനി രണ്ടാമതൊരു ചാൻസ് ഇല്ല. ഒരു ജീവിതമേ ഉള്ളൂ ഈ ദുനിയാവിൽ. രണ്ടാമതും കൂടി തിരിച്ചു വരൂല. ഉഹദിന്റെ ശുഹദാക്കളിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായപ്പോൾ പുന്നാര നബി തങ്ങൾ ജാബിർ എന്നവരോട് പറഞ്ഞു, ജാബിറേ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങളുടെ വാപ്പയോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചിരിക്കുന്നു ജാബിറേ. നമ്മൾ വാപ്പയമ്മയൊക്കെ മരിക്കുമ്പോൾ അല്ലാഹു നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവർക്ക് വേദന വരും, അല്ലേ? ഇപ്പോൾ വേറെല്ലോൽ മരിക്കുമ്പോൾ നമുക്ക് വേദന, ഇനി നമ്മൾ മരിച്ചിട്ട് വേറെല്ലോർക്ക് വേദന വരും. ഈ ലോകം അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലേ? നമ്മളമ്മയും ബാപ്പയും മരിക്കണമെന്ന് ആലോചിച്ചിട്ടില്ല. നമ്മൾ മരിച്ചിട്ട് വേറെല്ലോർക്ക് സങ്കടം വരും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഇത് യാത്ര പോകുന്നൊരു ലോകമാണ്. പിന്നെ എൻ്റെ ഉമ്മയും വാപ്പി 60-70 വയസ്സ് വരെ ജീവിച്ചില്ലേ? അൽഹംദുലില്ലാ. കല്യാണം കഴിച്ച് കുട്ടി ജനിച്ച് ഉടനെ തന്നെ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു, വേറെ ഏതെങ്കിലും അസുഖം വന്ന് മരിച്ചു. അങ്ങനെ 20-ലും 30-ലും മരിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു 60-70 ഒരു ആയുസ് കൊടുത്തില്ലേ? ഒരു ആക്സിഡന്റിലും പുഴയിലും മുങ്ങിയിട്ടൊന്നും അല്ലല്ലോ മരിക്കണത്, വീട്ടിൽ കിടന്നിട്ടല്ലേ. അൽഹംദുലില്ലാ. ഒന്ന്. രണ്ടാമത്തേത്, അവരൊക്കെ ശുശ്രൂഷിക്കാനും അവർക്കൊക്കെ ഒന്ന് ഖിദ്മത്ത് ചെയ്യാനും അവസരം അല്ലാഹു തന്നില്ലേ? അവർക്ക് നമുക്ക് കാണാൻ കിട്ടാതെ മരിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കപ്പൽ മുങ്ങിയിട്ടാണ് മരിച്ചതെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫ്ലൈറ്റ് പൊട്ടിച്ചാടിയിട്ടാണ് മരിച്ചതെങ്കിൽ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ, അവരുടെ ജനാസയെ കൂടാൻ പറ്റി, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റി, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലേ? പിന്നെ ഒരു നല്ല ദിവസം കലിമ ചൊല്ലി റാഹത്തിലാ മരിച്ചത്. അൽഹംദുലില്ലാ. പിന്നെന്തിനാ സങ്കടപ്പെടേണ്ടത്? നല്ലൊരു മരണം അല്ലാഹു കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെ സമാധാനിക്കാൻ അവിടെ വകയുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പ മരിക്കുമ്പോൾ 7 പെങ്ങന്മാരുണ്ട് ജാബിർ എന്നവർക്ക്. വാപ്പാന്റെ 7 പെൺകുട്ടികൾ, ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾ അതറിഞ്ഞു. ജാബിർ എന്നവർക്ക് വലിയ വിഷമമുണ്ടാവും. ജാബിറെ, അങ്ങയുടെ ഉപ്പയോട് അല്ലാഹു സംസാരിച്ചു. ജാബിറെ, അല്ലാഹു പറഞ്ഞു, തമന്ന യാ അബ്ദ്, ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളി എന്ന് പറഞ്ഞു വാപ്പയോട് അല്ലാഹു. സുബ്ഹാനല്ലാഹ്.
ജാബിർ എന്നവരുടെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറഞ്ഞ മറുപടി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു സ്വഹീഹായ ഹദീസുകളിൽ. തമന്ന യാ അബ്ദി, ആഹുവേ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ, പറയ്, എന്നെ ഒരിക്കലൂടെ ദുനിയാവിലേക്ക് പറഞ്ഞയക്കൂ. നിനക്ക് വേണ്ടി ഒരിക്കലൂടെ എനിക്ക് ഷഹീദായി മരണപ്പെട്ടു വരാൻ ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ. പറഞ്ഞു, كتبت على نفسي أنهم إليها لا يرجعون. ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്, മരിച്ചുപോയ ഒരാൾ ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് ഇനി രണ്ടാമത് തിരിച്ചു വരൂല. അത് ചോദിക്കണ്ട ജാബിറിന്റെ ഉപ്പ, അത് കിട്ടൂല. വേറെന്തെങ്കിലും, അല്ലാഹുമ്മ ഫർള അന്നി, റബ്ബേ നീ നിന്റെ പൊരുത്തം എനിക്ക് നൽകണമേ, നീ എന്നെ തൃപ്തിപ്പെടണമേ. അല്ലാഹുവിനോട് പൊരുത്തം ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അബുദാബിയിലെ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. ഈ പൊരുത്തം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ പോകുന്ന ഉസ്താദന്മാർക്കൊക്കെ അറിയാൻ പറ്റും. അവരൊക്കെ മക്കളെ കൊണ്ടുവന്ന് ഉസ്താദെ പൊരുത്തം കൊടുക്കി, എൻ്റെ കുട്ടിക്ക് പൊരുത്തം കൊടുക്കി, എനിക്ക് പൊരുത്തം തരി. ആദ്യം എനിക്ക് തിരിഞ്ഞിട്ടില്ല പഠിച്ചോണ്ട് എന്തായി കൊടുക്കേണ്ടത്, എന്തായി ചോദിക്കേണ്ടത്. പിന്നെയാണ് മനസ്സിലാവുന്നത് പുണ്യ നബി തങ്ങൾ, സ്വഹാബികൾ തങ്ങളോട് ചോദിച്ചിരുന്നത്, അവരെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചിരുന്നത് പൊരുത്തം തരണം റബ്ബേ. അല്ലാഹുമ്മ അഹില്ല അലൈനാ റിളാഅക്, നിന്റെ തൃപ്തി ഞങ്ങൾക്ക് തരയണമേ എന്നതിൻ്റെ അർത്ഥം. പൊരുത്തം തരാന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടണേ, സന്തോഷം തരണേ, എല്ലാവിധ തൗഫീഖിനും വേണ്ടി പ്രാർത്ഥിക്കണമേ, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലപ്പുറം ജില്ലയിൽ വന്നാൽ പൊരുത്തം ചോദിക്കുക എന്നുള്ള പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയില്ലേ, ഉണ്ടോ? ദ്വാരം നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, ഒന്ന് മന്ത്രി ചോദ്യം കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാം. പൊരുത്തം തരും എന്ന് പറയും. അവിടെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കാനോ പരിപാടിയൊക്കെ ചെല്ലുമ്പോൾ പൊരുത്തം കൊടുക്കണേ, എൻ്റെ കുട്ടിക്ക് പൊരുത്തം കൊടുക്കണേ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. ജാബിർ തങ്ങളുടെ വാപ്പ ചോദിച്ചു അല്ലാഹുവിനോട്, റബ്ബേ നിന്റെ പൊരുത്തം എനിക്ക് നൽകണം. പറഞ്ഞു ജാബിർ തങ്ങളുടെ ഉപ്പയോട്, അബ്ദുല്ലാ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പൊരുത്തം, എൻ്റെ റിളവാൻ, എൻ്റെ സംതൃപ്തി നൽകിയിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും അബദ, ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടൂല, അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. ദുനിയാവിലേക്ക് ഒരു തിരിച്ചുവരവ് ഇല്ല, ഇതൊരു അവസാനത്തെ ചാൻസാണ്. ഈ വണ്ടി പോയാൽ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ലാസ്റ്റ് ബസ് ഇല്ല ഇനി വരാൻ. അതുകൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകളെ ഒന്ന് തിരുത്തി, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു നൽകുകയാണ്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു എന്ന അനസ് ഇബ്നു മാലിക് എന്നവരുടെ കുടുംബക്കാരനാണ്, അമ്മാണ്, അവരുടെ അമ്മാവനാണ്. പുണ്യനിബിതങ്ങളോടൊപ്പം ബദർ യുദ്ധം നടക്കുമ്പോൾ ബദറിലേക്ക് വരാൻ കഴിയാതിരുന്ന സങ്കടം, നബിയെ ഞാൻ അതിനൊരു പകരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രികീൻ, തൗഹീദിന് വേണ്ടി, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന അങ്ങയോട്, അങ്ങയെയും അനുയായികളെയും ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി വന്ന ആദ്യ സംഘത്തോട് നടന്ന സംഘട്ടനം ബദറിൽ കൂടാൻ നബിയെ എന്നെ കൊണ്ട് സാധ്യമായില്ലല്ലോ. അതുകൊണ്ട് റസൂലേ ഞാൻ ചോദിക്കുകയാണ്, നബിയെ ലഇൻ അഷ്ഹദനി അല്ലാഹു ഖിതാലൽ മുശ്രികീൻ ലയറയന്നല്ലാഹു മാ അസ്ന, നബിയെ ഒരവസരം അല്ലാഹു എനിക്കിനി നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലാഹു കാണും നബിയേ. കഴിഞ്ഞ റമദാനിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ടൊന്നും. കുറേ നോമ്പർക്കലും അത്തായം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ റമദാൻ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഭയങ്കര, പിന്നെ ഫുള്ള് നോമ്പർപ്പിക്കൽ തന്നെ. പിന്നെ തറാവിയില്ല, നിസ്കാരം കിട്ടൂല, ഒന്ന് പോക്കും, ഇങ്ങനെ എമ്പക്കം വലിച്ച് നടക്കന്നെ. ഈ 10 രൂപയല്ലേ നമ്മൾ തിന്നുന്നത്. അങ്ങനെ റമദാൻ അങ്ങോട്ട് തീരും, കാര്യമായിട്ടൊരു അമലും നടന്നു. പകല് പിന്നെ ഏതായാലും വിശന്നിട്ട് ഉറക്കം വന്നിട്ടും നടക്കൂല, രാത്രിയാണെങ്കിൽ വിശപ്പ് മാറിയിട്ടും നടക്കണില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു റമദാനായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുക. ഈ റമദാൻ ഇൻഷാ അല്ലാഹ് ഞാൻ സജീവമായും അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ വരണം. ബദറിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ സങ്കടം നബിയെ ഞാൻ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും.
ലയറയന്നല്ലാഹു മാ അസ്ന, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു കാണും നബിയേ. ആര് പറഞ്ഞു? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. ഞാൻ ഉഹദിലേക്ക് ഓടുകയാണ്. ഉഹദിന്റെ അവസാനം വലിയ സങ്കടമുള്ള പരാജയമാണല്ലോ സംഭവിച്ചത്. സ്വഹാബികൾ ചിന്നിച്ചെതിരെ ഓടുമ്പോ യുദ്ധക്കളത്തിലേക്ക് ഓടി വരികയാണ് അനസ് ഇബ്നു നദർ എന്നവരെ. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? കാണുന്നില്ലേ യുദ്ധത്തിന്റെ പ്രതിസന്ധി? നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? എല്ലാവരും പിന്തിരിഞ്ഞോടാൻ. നിങ്ങൾ എങ്ങോട്ടായി ഓടിപ്പോകുന്നത്? ഇലൈക അന്നീ യാ സഅദ്, മാറി നിൽക്കണേ സഅദേ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. വല്ലാഹി ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹുദിൻ, ഉഹുദ് മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ മണം എനിക്ക് വരുന്നുണ്ട് സഅദേ എന്ന് പറഞ്ഞ് ഉഹുദിലേക്ക് ഓടിയ മഹാനാണ് നബി. ഞങ്ങൾക്ക് കൊടുത്ത വാക്കാണത്. ബദറിൽ നഷ്ടമായത് ഞാൻ അല്ലാഹുവിന് കാണിച്ചു കൊടുക്കും. ഇനിയൊരു അവസരമുണ്ടായാൽ. ബദർ കഴിഞ്ഞ് പിറ്റത്തെ വർഷമാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ആ ഉഹുദിൽ 80ഓളം മുറികളും കുഴികളുമുള്ള ശരീരവുമായി അല്ലാഹുവിലേക്ക് യാത്രയായ സ്വഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. 80 മുറിവ് ആലോചിച്ച് നോക്കി. 80 മുറിവ്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 80ഓളം മുറിവുകൾ ഉണ്ടായിട്ട് സ്വന്തം സഹോദരന് മാത്രമാണ് മഹാന്റെ ചെറുവിരലിന്റെ ഒരു അഗ്രം കണ്ടപ്പോഴാണ് ഇതെന്റെ സഹോദരന്റെ വിരലാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ബാക്കിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. എല്ലാം വെട്ടുകളും കുത്തുകളുമായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിൽ ലയറയന്നല്ലാഹു മാ അസ്ന. സ്വഹാബിമാര് പറയുമായിരുന്നു. ആ മഹാന്റെ വിഷയത്തിലാണ് സൂറത്തുൽ അഹ്സാബിലെ ആയത്തിറങ്ങുന്നത്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന് കൊടുത്ത വാക്കുകൾ അതേപോലെ പാലിച്ചവർ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഗൾഫിക്ക് പോകുമ്പോൾ പറയും, ഉസ്താദേ ശുഹദാ പള്ളിക്ക് എൻ്റെ വക കണ്ടിട്ടോ, അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു കൊല്ലത്തെ ചെലവ് 20,000 അല്ലേ, 5 കുട്ടനെ ഞാൻ ഏറ്റെടുക്കും, എനിക്ക് ജോലി കിട്ടിയായിരുന്നു, അതായിരിക്കട്ടോ. പിന്നെ കഥ തന്നെ ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ അങ്ങ് മറന്നു പോകും. അങ്ങനെയാണ്. ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴേ നമ്മളെല്ലായിടത്തും ദ്വാരപ്പിച്ചിട്ടും സംഭാവന കൊടുത്തിട്ടൊക്കെ പോവുക. 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തൊക്കെ ആണെങ്കിൽ പിന്നെ ആ വഴിക്കൊന്നും ചിലരെ കാണാറില്ല. അപ്പോൾ പോയി നോക്കണ്ടേ? നമ്മളൊക്കെ ദുആ കൊണ്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ടായിരിക്കും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടാവുക. അത് അവരോട് ചെയ്യുന്നൊരു ശുക്റാണ്, ഒരു സന്തോഷമല്ലേ? അത് ചെയ്യണം. അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് അള്ളാഹുവിനെ നമ്മൾ പാലിച്ചേ പറ്റൂ. من المؤمنين رجال صدقوا ما عاهدوا الله عليه ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ജീവിതം അല്ലാഹുവിന് കൊടുത്തവരും അത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരും എന്നാൽ പറഞ്ഞ വാക്ക് മാറ്റി പറയാതെ നിൽക്കുന്നവരും മുഅ്മിനീങ്ങളിലുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ അഹ്സാബ് പറഞ്ഞത് പുണ്യ നബിയോട്, നബിയെ ബദറിൽ നഷ്ടമായതിന് പകരം ഞാൻ ഇവിടെ ചെയ്യും, അല്ലാഹുവിന് കാണാൻ കഴിയും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ലയറയന്നല്ലാഹു മാ അസ്ന, ഒരു വാക്കാണ്. നമ്മളങ്ങനെ പറയും, അല്ലാഹുവിന് ഞാൻ എന്നിൽ നിന്ന് എൻ്റെ റബ്ബിനെ കാണാൻ കഴിയും, ഞാൻ എങ്ങനെയാണ് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത് എന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ റജബിൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിൽ ബാക്കി നിൽക്കുന്ന ദിനരാവുകളിൽ ബറക്കത്ത് ചെയ്യണേ. വരാൻ പോകുന്ന ശഅബാനിലും അത് കഴിഞ്ഞ് വരാനുള്ള റമളാനിലും റബ്ബേ എനിക്ക് ഇബാദത്തിന് തൗഫീഖ് തരണേ. ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നഷ്ടമായതിനെ വീണ്ടെടുക്കണം, നഷ്ടമായതിനെ വീണ്ടെടുക്കണം. മഹാനായ ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിന് ഹബീബിന്റെ കൂടെ പോയവരാണ്. ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അവരൊക്കെ തിരിച്ചെത്തിയപ്പോൾ മുആവിയ തങ്ങളുടെ മുമ്പിലുണ്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങളും. യാ അബാ അയ്യൂബ്
ഹിജറ കഴിഞ്ഞ് വന്നപ്പോൾ സ്വഹാബിമാർ മദീനക്കാരായ അൻസ്വാരികൾ മുഴുവനും നബിയെ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ താമസിക്കണം, ഭക്ഷണം ഞാൻ തരാമെന്ന് ഹബീബിനോട് സ്നേഹത്തോടെ അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒട്ടകത്തെ വിട്ടേക്കണം, അത് ഒറ്റക്ക് നടന്നുപോയി എവിടെയാണ് ഇരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒട്ടകം മുട്ടുകുത്തിയത് ഈ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലായിരുന്നു. മഹാനവറുകൾ മദീനക്കാരനാണ്, പക്ഷെ ഖബറുള്ളത് പിന്നെ ഇസ്തംബൂളിലാണ്, തുർക്കിയുടെ പ്രധാന നഗരിയായ ഇസ്തംബൂൾ. വലിയ മഖാമാണ് അവിടെ. നബിതങ്ങളുടെ പരിശുദ്ധമായ താടിയിലെയും ശിരസിലെയും ഷഅർ മുബാറക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അബൂ അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാമിൽ ഇസ്തംബൂളിലാണ്. അല്ലാഹു നമുക്ക് സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അബാ അയ്യൂബ് ഫാതനൽ ഗസ്വുൽ ആം. അബൂ അയ്യൂബ് തങ്ങളെ ഞങ്ങൾ ദാത്തു സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷന് പോയപ്പോൾ സൈനിക നടപടിയായിരുന്നു, അവിടെ യുദ്ധമുണ്ടായിരുന്നില്ല. ആ യാത്രയിൽ ഞങ്ങൾ പോയതിൻ്റെ പേരിൽ ഹബീബായ നബി തങ്ങളോടുകൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളോ സംഭവങ്ങളോ പഠിച്ചിട്ടില്ലാത്തവർ തെറ്റിദ്ധരിക്കരുത്. ഹബീബായ നബി തങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ചെന്ന ഇടമാണ് മദീന. സ്വന്തം നാട് 450 കിലോമീറ്റർ ബാക്കിൽ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു നാട്ടിൽ പോയി താമസിക്കുന്നത് ആ നാട്ടുകാർ സ്വൈരം കൊടുക്കാതെ വന്നപ്പോഴാ. എന്നിട്ട് ഹബീബ് താമസിക്കുന്ന മദീനയുടെ മുമ്പിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഹബീബ് താമസിക്കുന്ന മദീനയുടെ പരിസരമാണ് ബദർ എന്ന് പറയുന്ന സ്ഥലം. ബദർ ഉഹദും മദീനക്കടുത്താണ്, ഖന്ദഖ് മദീന തന്നെ. അതുകൊണ്ട് പുണ്യ നബി തങ്ങൾ ജീവിക്കുന്നിടത്തേക്ക് ശത്രുക്കൾ നബിയെ എന്നിട്ടും വിടില്ല എന്ന് പറഞ്ഞ് ഹബീബ് ജീവിക്കുന്നിടത്തേക്ക് സ്വൈരം കെടുത്താൻ വേണ്ടി വന്ന യുദ്ധങ്ങളാണ് ഹബീബിന്റെ കാലത്തുണ്ടായ യുദ്ധങ്ങൾ. മുസ്ലിമീങ്ങൾ തുടങ്ങി വെച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് ശത്രുക്കളുടെ അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നടക്കേണ്ടത്. യുദ്ധങ്ങളുടെ പേര് കേട്ടാൽ മനസ്സിലാവും. ബദർ, ഉഹദ്, ഖന്ദഖ് ഇതെല്ലാം മദീനയുടെ പരിസരങ്ങളാ. അതിന്റെ അർത്ഥം ശത്രുക്കൾ മദീനത്തേക്ക് യുദ്ധം ചെയ്യാൻ വന്നു എന്ന് തന്നെയല്ലേ. ആ പ്രതിരോധങ്ങളിൽ പുണ്യനിബിതങ്ങളെയും സ്വഹാബികളെയും തുരത്തി ഓടിക്കാൻ വന്ന പ്രതിരോധങ്ങളിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല എന്ന സങ്കടമാണ് മഹാനായ ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ അയ്യൂബ് തങ്ങളോട് പറയുന്നത്. തങ്ങൾ അന്ന് യുദ്ധത്തിന് പോയതാണ്, മദീനയിലില്ല. അബൂ അയ്യൂബ് തങ്ങളെ ഫാതനൽ ഗസ്വു ഹാദൽ ആം, ഈ വർഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ. ഹബീബിന്റെ കൂടെ ഹബീബിനെ സഹായിക്കാനായില്ലല്ലോ. നഷ്ടപ്പെട്ടതിന് നമ്മൾ ഓർക്കണം. ഇന്ന് നല്ലൊരു ദിവസമല്ലേ, സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു ഇനിയും ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ അവസരം അല്ലാഹു നൽകട്ടെ. അപ്പോൾ അൽകഹഫ് ഓതാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അതൊരു നഷ്ടമാണ്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടന്ന് അൽകഹഫ് ഓതാൻ പറ്റിയില്ല, അന്ന് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയില്ല. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണേ. ഫഇന്നഹാ മഅറൂദത്തുൻ അലയ്യ, എനിക്ക് അല്ലാഹു വെള്ളിയാഴ്ചയിലെ സ്വലാത്തുകൾ പ്രത്യേകമായി കാണിച്ചു തരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവിലും പകലും, അതായത് വ്യാഴാഴ്ച അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഈ വടക്ക് മലബാറിലൊക്കെ ഇപ്പം ഇന്നത്തെ ഈ രാത്രി വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാവെന്ന് അവർ പറയുന്നേ. നോട്ടീസിലൊക്കെ അങ്ങനെ എഴുതാം. മൂല്യർ വേദാരം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാവ്. നമ്മൾ പിന്നെ വെള്ളിയാഴ്ച രാത്രി എന്നല്ലേ പറയാം. ശരിക്കും ഇത് ശനിയാഴ്ച രാത്രിയാണ്. ഇന്നലത്തെ രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി. ആ രാവ് മുതൽ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ അസ്തമയത്തിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ വരെ എപ്പോഴും അൽകഹഫ് ഓതാം. ഏറ്റവും നല്ലത് ജുമുഅക്ക് മുമ്പ് ഓതലാണ്. അപ്പോൾ നഷ്ടമായാൽ പടച്ചോനെ എത്ര വെള്ളിയാഴ്ച നഷ്ടമായി, എത്ര എനിക്ക് ഖൈറാത്തുകൾ നഷ്ടമായി റബ്ബേ, എത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റാതെ പോയി, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി. ഈ സങ്കടം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ വരണം. നമ്മളെപ്പോഴും വരാനുള്ളത് നോക്കുകയെന്നല്ല, കഴിഞ്ഞു പോയതും വലിയൊരു സന്ദർഭമല്ലേ. നമുക്കൊരു ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടമാണ്. ഫാതനൽ ഗസ്വു ഹാദൽ ആം യാ അബാ അയ്യൂബ്, അയ്യൂബ് അൻസ്വാരി തങ്ങളെ ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. വഖദ് അഖ്ബറനാ,
وقد أخبرنا أنه من صلى في المساجد الأربعة غفر له ذنبه. അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളെ ഒരുപാട് നന്മകൾ നഷ്ടമായതിന് പകരം പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. 4 മസ്ജിദുകളിൽ നിസ്കരിച്ചാൽ അല്ലാഹു അവരുടെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൻ നബവി വൽ മസ്ജിദുൽ അഖ്സാ വ മസ്ജിദു ഖുബാ. ഖുബാ പള്ളി മദീനയിലെ തന്നെ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൽ ഹറാം മക്കയിലെ, അൽ മസ്ജിദുൽ അഖ്സാ ഖുദ്സിൽ കിടക്കുന്ന മസ്ജിദുൽ അഖ്സാ. ഈ 4 പള്ളികളിലും പോയി നിസ്കരിക്കുന്നവർക്ക് ഗുഫിറ ലഹു ദംബുഹു, തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം നഷ്ടമായ ഹബീബിന്റെ കൂടെ സംബന്ധിക്കാൻ കഴിയാതെ പോയ യുദ്ധങ്ങൾക്ക് പകരം ഞങ്ങൾ ഖുദ്സിലേക്ക് യാത്ര പോയി. 1500 കിലോമീറ്റർ എങ്കിലും മദീനയിൽ നിന്ന് വേണം. അത്രയും ദൂരം ഞങ്ങൾ യാത്ര പോയിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടെങ്കിലും ആ നഷ്ടം ഒന്ന് പരിഹരിച്ചോട്ടെ എന്ന് മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയുണ്ടായി. ആസിം ഇബ്നു സുഫിയാൻ സഖഫി തങ്ങൾ സങ്കടം, അവർ പോയതൊരു കാര്യത്തിനാ. തങ്ങൾ പറഞ്ഞേച്ച ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷനിൽ അവർ പോയത്, സൈന്യത്തിന് തന്നെ പോയത്. പക്ഷെ അവിടെ യുദ്ധം ഉണ്ടായിട്ടില്ല, ശരിയാണ്. ആ നബിതങ്ങളുടെ ഒരു ദൗത്യത്തിനാ പോയത്. പക്ഷേ വലിയ പ്രതിഫലം കിട്ടുമായിരുന്ന വലിയ വലിയ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, യബ്ന അഖീ അദുല്ലുക അലാ ഐസറ മിൻ ദാലിക്. അത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ തന്നെ നഷ്ടം പരിഹരിക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്ന വേറെ ചില പരിഹാര മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. ഇന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ തവല്ലഅ കമാ ഉമിറ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ഒരാൾ ശരിക്ക് വുളു എടുത്താൽ, വസല്ലാ കമാ ഉമിറ, പുണ്യനബി പഠിപ്പിച്ച പോലെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഖുശൂഅോടുകൂടെ ഒരാൾ നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമലിൻ, ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ തെറ്റുകളും ചെറുദോഷങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ശരിക്കും വുളു എടുത്ത് ശരിക്കും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ചേക്കണം. 4 മസ്ജിദുകളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേക്കണേ എന്ന് അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബികളുടെ ചിന്തയാണ് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക. നമ്മുടെ വിഷയവും അതാണ്. അതിൻ്റെ ചില പരിഹാര മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. മൻ തവല്ലഅ കമാ ഉമിർ വസല്ല കമാ ഉമിർ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമൽ എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു അമലാണത്. ശരിക്കും വുളു എടുക്കുക. ഈ ഹദീസ് ഇങ്ങനെ ഓർമ്മയിൽ വെച്ചിട്ട് നല്ല റാഹത്തുള്ളൊരു വുളു. മുട്ടുകൈ വരെ അല്ലേ, ഈ എൽബോ വരെ കഴുകേണ്ടത്. ഒന്ന് മേലോട്ട് കയറ്റി കഴുകുക. തോളൊന്നായിട്ട് കുളിക്കണം എന്നല്ലേ പറഞ്ഞത്. കുറച്ചൊരു പകുതി വരേക്കും നമ്മുടെ മേൽക്കൈയിലേക്ക്, മടമ്പ് വരെ കഴുകണമെന്നാണ്. കാല് കഴുകുമ്പോൾ മടമ്പിൻ്റെ ഇച്ചിരി മേലോട്ട്, മുട്ടുവരെ കഴുകേണ്ട ആവശ്യമില്ല. 3 പ്രാവശ്യം സുന്നത്ത്, 4 പിന്നെ കറാഹത്താണ്. നിങ്ങൾ കിണറ്റുന്നോ കുളത്ത് തന്നെ ഇറങ്ങിയിട്ടോ പുഴയിലിറങ്ങിയിട്ടോ വുളു എടുക്കുകയാണെങ്കിൽ പോലും 3 തവണയെ ചെയ്യാവൂ, അതിലേറെ ചെയ്യരുത്. വലു കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന പുഴൻ്റെ അടുത്താണെങ്കിലും 3 തവണയെ ചെയ്യാവൂ. വൃദ്ധ വസ്വാസ് വരും. വസ്വാസ് വന്നാൽ കുടുങ്ങിയില്ലേ? പഠിച്ചോനെ അല്ലാഹു സലാമത്താക്കട്ടെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വസ്വാസ് വരൂലേ? നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, ദിജ്ല നദിയിൽ കുളിച്ചിട്ട് ഒരാൾ അവിടുത്തെ ഒരു ഇമാമിനോട് വന്നിട്ട്, ഒരു പുഴ അബൂബക്കർ ബഖില്ലാനി തങ്ങളോട് വന്ന് പറഞ്ഞു, അപ്പോൾ ദിജ്ലയിൽ കുളിച്ചിട്ട് ഞാൻ വുളു എടുക്കാൻ വേണ്ടി മുങ്ങിയാൽ വുളു കിട്ടുമല്ലോ, അതിന് 2 കൊല്ലത്തിൻ്റെ മീതുള്ള വെള്ളത്തിൽ മുങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വുളുവിൻ്റെ നിയ്യത്തോടു കൂടെ മുങ്ങിയാൽ വുളു കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്ന നനഞ്ഞിട്ടില്ല എന്ന്. ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ലല്ലോ, നിങ്ങൾ എന്തിനാ നിസ്കരിക്കണമെന്ന് ചോദിച്ചു. അല്ല, എന്താ അവരോട് പറയാം,
ആ പണ്ഡിതൻ കൊടുത്ത മറുപടി അതാ. ഒരാൾക്ക് വസ്വാസം കൊണ്ട് തോന്നുകയാണ് ഞാൻ ഇങ്ങനെ മുങ്ങിയിട്ട് നനഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണില്ല. മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് നിസ്കാരം തന്നെ നിർബന്ധമല്ലല്ലോ, എന്തിനാ നിങ്ങൾ വുളു എടുക്കണം? സുബ്ഹാനല്ലാഹ്. പിരാന്തന്മാർക്ക് എന്ത് നിസ്കാരം എന്നാണോ ചോദിച്ചത് ശരിക്ക്. അപ്പോൾ അത് വസ്വാസം കൊണ്ട് വരുന്നതാ. 2 പ്രാവശ്യം കഴിയും, പിന്നെ 3, പിന്നെ തോന്നുന്നു നനഞ്ഞിട്ടില്ലല്ലോ, അപ്പം 4, 5, 10, പിന്നെ ടാങ്കത്തെ വെള്ളം തീരില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നബി തങ്ങൾ പറഞ്ഞ ആ ഒരു ഹദ്ദിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. من تولى كما أمر وصلى كما أمر غفر له ما قدم من عمل. ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.